ഓരോ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വേദ നേരെ വിക്രത്തിന്റെ മുറിയിലേക്ക് കടന്നു ചെല്ലുവാണ്. ഈ സമയം വിക്രം രൂക്ഷമായിട്ട് വേദനയെ നോക്കുവാണ്. എന്നിട്ട് നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നേ? ചീത്ത വിളിക്കാനായിട്ടായിരിക്കും അല്ലേന്ന് ചോദിക്കാണ്. ഇത് കേട്ട വേദ പറഞ്ഞു, ഞാൻ ചീത്ത വിളിക്കാനൊന്നും വന്നല്ലെന്ന് പറയാം. പിന്നെ നിന്റെ മുഖം കണ്ടാ അറിയാം, നിന്റെ വളയെടുത്തതിന്റെ പേരില് അല്ലെങ്കിൽ നീ എന്ത് പരിപാടിയെ കാണിച്ചേ? ഒരു വളയെടുത്തെന്ന് പറഞ്ഞോണ്ട് അത് ഇതിന് മാത്രം വലിയ പ്രശ്നമാക്കേണ്ട കാര്യം ഉണ്ടായെന്ന് ചോദിക്കും. ഓഹോ, ഞാനിപ്പോ പ്രശ്നം ഉണ്ടാക്കിയെന്നാണോ പറയണേ? ഞാൻ ആരോടും ഒന്നും പറയാൻ പോയില്ല. അപ്പൊ നീയല്ലേ എല്ലാവരോടും പറഞ്ഞേ, അച്ഛനോടും അമ്മയോടും ഒക്കെ? അങ്ങനൊന്നുമില്ല. കാരണം വള കാണാതെ പോയി കഴിഞ്ഞപ്പോ ഞാനിവിടെ നോക്കി, അപ്പോഴാണ് അച്ഛനും അമ്മയും വരുന്നേ. അവര് ചോദിച്ചപ്പോ ഞാൻ വള കാണാനില്ലെന്ന് പറഞ്ഞു. പിന്നെ അവരാണ് നോക്കും അന്വേഷിക്കുകയൊക്കെ ചെയ്തേ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ലെന്ന് പറയാം. വേണ്ട, ഇനി വെറുതെ കള്ളം പറയണ്ട. നിനക്കിപ്പോ സമാധാനമായല്ലോ. എന്നെ കുറ്റക്കാരനാക്കി ഇപ്പൊ നിനക്ക് സമാധാനമായില്ലെന്ന് ചോദിക്കുക. അതെ, വിക്രം കുറ്റക്കാരനാന്ന് മോഷ്ടാവാന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയാം. അതെന്താ? ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. കാരണം 10 ലക്ഷം രൂപ കൈ കിട്ടിയിട്ട് അതിനകത്ത് 100 രൂപ പോലും എടുക്കാതെ എന്റെ അച്ഛൻ തന്നെ തിരികെ നൽകിയാണല്ലേ വിക്രം. സുധാകരൻ മാഷിന്റെ മകൻ മോഷ്ടിക്കില്ലെന്ന് എനിക്കറിയാം. അതിനേക്കാൾ ഉപരി 2 വളയെടുത്ത് ഇരുന്നിടത്തുനിന്ന് ഒരു വളയെടുത്തോണ്ട് പോണെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. അല്ലാതെ ഒരിക്കലും വിക്രം മോഷ്ടിക്കില്ല എന്ന് എനിക്കറിയാം. അതെന്തിനാന്ന് മാത്രം എനിക്ക് അറിയില്ലാത്തുള്ളെന്ന് പറയാം. ഇത് കേട്ടതും വിക്രം വേദയുടെ നേരെ നോക്കുവാണ്. പിന്നീട് വേദ പറഞ്ഞു, എന്തെങ്കിലും പണത്തിന്റെ ആവശ്യം വരെ ഇങ്ങനെയൊക്കെ കാര്യം വന്നാ എന്നോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ വിക്രം? പിന്നെ നിന്നോട് പറഞ്ഞു. അതെ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നടത്തുമ്പോ പെട്ടെന്ന് എന്തുകൊണ്ട് ആ വളയെടുത്തേ? വിക്രം ആ വളയെടുക്കണമെങ്കിൽ ഞാൻ ഭാര്യയാന്ന് വിക്രത്തിന് തോന്നിയതുകൊണ്ടല്ലേ? ഞാനൊന്നും പറയില്ല എന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ? അപ്പൊ നിന്നെ ഞാൻ ഭാര്യയായിട്ട് അംഗീകരിച്ചെന്നാണോ നീ പ്രതീക്ഷിക്കുന്നത്? അല്ല പിന്നെ, അല്ലെങ്കിൽ ആ വളയെടുത്തോണ്ട് പോകേണ്ട കാര്യമുണ്ടോ? ഈ കുടുംബത്തിലെ വേറെ ആരെങ്കിലും ആണെങ്കിൽ വിക്രം ആ വളയെടുക്കുവോ? ഒരിക്കലും ഇല്ല. വിക്രം ആ വള മോഷ്ടിച്ചല്ല. ഒരിക്കലും വിക്രത്തിന് വളയൊന്നും മോഷ്ടിക്കാൻ സാധിക്കില്ല എന്ന് എനിക്കറിയാം. മോഷ്ടിക്കാനൊന്നും വിക്രത്തിന് കഴിയില്ല. അതിനുള്ള മനസ്ഥിതിയൊന്നും വിക്രത്തിനില്ല എന്ന് പറയണം. ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നോട് പറയണം എന്നും പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. വിക്രം ഒരു നിമിഷം വേദനെ നോക്കുവാണ്. പിന്നീട് വിക്രത്തിനാണെങ്കിൽ ദേഷ്യമാണോ സങ്കടമാണോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വിക്രം ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് അടുക്കളയില് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വം. അപ്പൊ വിശ്വം പറഞ്ഞ് 2 ദോശയും കൂടെ ഇങ്ങോട്ട് ഇടാൻ പറയണ. ശ്രീജ പറഞ്ഞു, മതി കഴിച്ചേ എന്ന് പറയണ. അതെന്താ, എല്ലാരും കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയതല്ലേ? ഇനി വിക്രം വേദയും കൂടെ ഉണ്ട് കഴിക്കാൻ. അതാണോ കുഴപ്പം? അവര് പിന്നെ വന്ന് കഴിച്ചോളൂ, അവർക്കുള്ളത് കാണുമല്ലോ എന്ന് പറയാം. എനിക്കിനി ഉണ്ടാക്കാനൊന്നും പറ്റില്ല വിശ്വേട്ട മതി കഴിച്ചെന്ന് പറയാ. അതെ, ഇത്രമാത്രം ഇന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വിശ്വേട്ടൻ എന്ത് ജോലിയാണ് ഇവിടെ ചെയ്യുന്നേ? വെറുതെ അവിടെ കയറി കിടക്കാനല്ലേന്ന് ചോദിക്കും. ഇത് കേട്ടതും വിശ്വം പറഞ്ഞു, അതെ, ഓരോരുത്തർക്കും ഒരു കാലം ഉണ്ടെന്ന് പറയാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, വിക്രത്തിന് നല്ല കാലമാന്ന് പറയാണ്. പിന്നെ വിക്രത്തിന്റെ നല്ല കാലമാണ് പോലും. അങ്ങനെയാണെങ്കിൽ വിശ്വാടിനൊരു കാലമുണ്ട് ഇപ്പം. എന്താണെന്നറിയോ? ഇരുന്നുണ്ണാനുള്ള കാലം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ശ്രീജ ദോശയുമായിട്ട് അകത്തേക്ക് കയറി പോവാണ്. ആ സമയം മുറിയിലേക്ക് നന്ദിനി കയറി ചെല്ലുവാണ്. അപ്പോഴേക്കും വിനായകൻ പറഞ്ഞു, ഞാൻ ആകപ്പാടെ പേടിച്ചു വരുന്നത്. എന്ത്, നീയാണോ വളം മോഷ്ടിച്ചെന്ന്? എന്താ വിനയേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല, നീയല്ലേ അങ്ങനെയൊക്കെ കാണിക്കണേ? സ്വർണത്തിന്റെ കാര്യത്തിൽ നിനക്കല്ലേ താല്പര്യമുള്ളേ? നീ അങ്ങനെ എടുക്കുമെന്ന് ഞാൻ ഭയന്നു. ഒരു വേള അങ്ങനെയെങ്ങാനും സംഭവിച്ചു പോയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനും? അതാണോ കാര്യം? അങ്ങനെയൊന്നും ഞാൻ എടുക്കത്തില്ല. എനിക്ക് ഇവിടെയുള്ള സ്വർണത്തിന് ആവശ്യമൊന്നുമില്ല. എന്റെ വീട്ടിൽ നിന്ന് ആവശ്യത്തിന് മിച്ച സ്വർണ്ണമൊക്കെ തന്നോട്ടെ എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടെ. പിന്നെ ഈ കുടുംബത്തിൽ വന്നതിന് ശേഷം അതാരാണ് കൊണ്ടേ കളഞ്ഞതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാന്ന് പറയാണ്. കൂടുതലേം പറയിപ്പിക്കണമെന്ന് ചോദിക്കും. വേണ്ട, അത് സേഫായിട്ട് ലോക്കറിൽ ഇരിപ്പുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? മാസം പലിശ അടയ്ക്കുന്നില്ലേന്ന് ചോദിക്കും. പിന്നെ അതവിടെ ലോക്കറിൽ ഇരുന്നിട്ട് കാര്യമുണ്ടോ? എടി, അതിവിടെ കൊണ്ടുവന്ന് എടുത്തു വെച്ചാ അത് എടുക്കാനുള്ള പൈസ എവിടുന്ന കിട്ടിയെന്ന് അച്ഛൻ ചോദിക്കില്ലേ? അതിനേക്കാൾ നല്ലത് അവിടെ ഇരിക്കുന്നേ. അപ്പൊ നമുക്ക് അച്ഛനെ കൊണ്ട് തന്നെ എടുപ്പിക്കാന്ന് പറയാം. ചെന്നാ മതി. അച്ഛനിപ്പൊ എപ്പോ എടുത്തെന്ന് ചോദിക്കും. അല്ല, അച്ഛനിപ്പൊ എപ്പോ തന്നെന്ന് കൂട്ടിയാ മതി. വെള്ളം നിങ്ങളങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്കൊരു ഓട്ടോ വന്ന് നിൽക്കുകയാണ്. ഓട്ടോയ്ക്കകത്തുനിന്ന് ഒരു പെൺകുട്ടിയും കൂടെ ഇറങ്ങി വരുവാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, ആഹാ, ഇതാരെ ജീനയാ? അപ്പൊ മോളെ അകത്തേക്ക് കയറി വരാൻ പറയാണ്. അപ്പൊ സിറ്റ് ഔട്ടില് മാഷ് ഇരിപ്പുണ്ടായിരുന്നു. ജീന പറഞ്ഞു, ഞാൻ പോയേക്കും അമ്മേ. വയലോടെ പാസ് ചെയ്ത് പോയപ്പോ ഇവിടെ നിന്ന് കയറിയെന്നുള്ളൂ. അല്ല, വിക്രം എന്ത് ചെയ്ത് ചോദിക്കാം. അവൻ മുറിക്കാത്തുണ്ടെന്ന് പറയാം. അപ്പോഴേക്ക് ശ്രീജയും നന്ദിനിയും ഒക്കെ വരുവാണ്. കുളി കഴിഞ്ഞ് തുണിയൊക്കെ അഴയിൽ വിരിച്ചിട്ടുണ്ട്. വേദ അവിടെ നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് വേദ അങ്ങോട്ടേക്ക് വരുവാണ്. ഈ സമയം ജീന പറഞ്ഞു, അതെ,
ഞാൻ ഇന്നൊരു കുറച്ച് ദിവസമായിട്ട് തിരക്കിലായിരുന്നു എന്ന് പറയണം. അല്ല, മോള് പുറത്തേക്ക് കൊണ്ട് പോവാന്ന് പറഞ്ഞിട്ടോ, പുറത്ത് പോയില്ലെന്ന് ചോദിക്കണം കമല. അത് പുറത്ത് പോകാനായിട്ട് ഇരുന്ന അമ്മേ, പക്ഷെങ്കിൽ പോകാനായിട്ട് എല്ലാം തയ്യാറായിട്ടിരുന്ന ആ സമയത്താണ് അമ്മയ്ക്കൊരു വയറുവേദന വന്നേ. വയറുവേദന വന്നു കഴിഞ്ഞപ്പോൾ വയറിനകത്തൊരു മുഴ. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇത് 3rd സ്റ്റേജ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ പോക്കുണ്ടായില്ല. അങ്ങനെ ഇന്നലെ സർജറി ആയി കഴിഞ്ഞു. അതിന്റെ തിരക്കിലും ഓട്ടത്തിലും ആയിരുന്നു പറയും. ഓ, അങ്ങനെയല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, കുറവുണ്ടെന്ന് പറയണേ. അല്ല, ഞാൻ പോയി വിക്രത്തിനെ വിളിക്കാന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് പോവാണ്. ഈ സമയം വേണ്ട, വിക്രം വരാൻ ഞാൻ നിൽക്കുന്നില്ല. ഞാനിപ്പം തിരക്കുണ്ട്, എനിക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയാം. അമ്മ ഒരു കാര്യം ചെയ്യുക, ഇത് വിക്രത്തിനെ ഏൽപ്പിച്ചേക്കാൻ പറയാണ്. ഒരു നിമിഷം കമല വെച്ച് എന്താന്ന് ചോദിക്കണം. ബാഗിനകത്തുനിന്ന് പെട്ടെന്ന് വേദയുടെ വളയെടുക്കുവാണ്. ഇത് കണ്ടതും മാഷും കമലയ്ക്ക് ഒരു നിമിഷം ഞെട്ടിപ്പോയി. മോളെ, ഇതോ ഇത് ഇന്നലെ വിക്രം എൻ്റെ കൊണ്ട് തന്ന വളയാന്ന് പറയണേ. അതെ, കാരണം ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാണ്ട് കൃത്യസമയത്ത് എൻ്റെ ഈ പണം തികഞ്ഞില്ല. പെട്ടെന്ന് സർജറി വേണമെന്ന് പറഞ്ഞു. പക്ഷെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വിക്രം ഈ വള കൊണ്ട് തന്നു. ഞാനത് പണയം വെച്ച് പൈസ മേടിച്ച് ഹോസ്പിറ്റൽ ബില്ല് അടച്ചു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ അറിയാലോ. ബില്ല് അടച്ചില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അവതാളത്തിലും. പിന്നീട് രാത്രി ആയപ്പോഴത്തേനും പണം സെറ്റായത്. രാവിലെ തന്നെ ഞാൻ ആ വളയെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരാൻ വേണ്ടി വന്നാന്ന് പറയണം. മാഷ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. കാരണം വിക്രം എന്തിയാന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ മാഷ് ആദ്യം പറഞ്ഞ വാക്ക്, ഇനിയിപ്പം എന്തായാലും മോഷ്ടിക്കാൻ വിളിച്ചോണ്ട് പോകാനാണോ? വീട്ടിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ പുറത്തിറങ്ങിയാലും മോഷ്ടിക്കും. അവനെയൊക്കെ കാണാതിരിക്കുന്ന നല്ലത്. അവനോടൊപ്പമുള്ള കൂട്ടുകെട്ടൊന്നും അത്ര നല്ലതല്ല നിനക്ക്. അതിൽ നിന്നൊക്കെ ഒഴിവായി പോകുന്നത് നല്ലത് നിനക്ക് ജീനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീനെ ഒന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഈ വളയുടെ കാര്യത്തിലാണ് മാഷ് അങ്ങനെയെന്ന് പറഞ്ഞെന്നുള്ള കാര്യം പിന്നീടാണ് ജീനയ്ക്ക് മനസ്സിലാവുന്നത് തന്നെ. ഈ സമയത്താണ് വിക്രം അങ്ങോട്ടിരുന്നത്. ആഹാ, ജീന നീയോ? ഇതെപ്പോ വന്നെന്ന് ചോദിക്കുക. ഞാനിപ്പോ വന്നോളെന്ന് പറയാ. എങ്ങനെയുണ്ട് അമ്മയ്ക്ക് എന്നും പറഞ്ഞോണ്ട് വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. അല്ല, ഇപ്പൊ എന്ത് പറ്റി? അതെ, നീ എനിക്ക് വള തന്നില്ലായിരുന്നോ? അപ്പൊ അത് തിരികെ കൊണ്ട് ഏൽപ്പിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. ഓ, അതാണോ കാര്യം? അതെ, അവളുടെയിലേക്ക് കൊടുത്തേരെ. അതെ, അവളുടെ വളയാന്ന് പറയാണ്. ഇത് കേട്ടതും പെട്ടെന്ന് ജീന വേദയുടെ നേരെ നോക്കുവാണ്. വിക്രം അതും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയത്. അമ്മേ, എനിക്കൊരു ചായ എടുത്തേക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. കമലയുടെ കണ്ണ് നിറഞ്ഞു വന്നു. കമല പെട്ടെന്ന് മാഷിനെ ഒന്ന് നോക്കുവാണ്. പിന്നീട് കമല അങ്ങോട്ടേക്ക് കയറി പോവാ. ഈ സമയത്ത് ജീന എന്നിട്ട് പറഞ്ഞു, രാധ പറഞ്ഞ എനിക്ക് വേദനയെക്കുറിച്ച് അറിയാവുന്നേ. അപ്പൊ ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നേ രാധയുടെ ജീവൻ നശിപ്പിച്ചോളാ വേദന ഓർത്താ. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി കേട്ടോ, വേദ നല്ല കുട്ടിയാന്നുള്ള. വിക്രത്തിന് ചേരുന്ന ഒരു പെൺകുട്ടീനെ തന്നെ കിട്ടിയിരിക്കുന്നു പറയാ. പിന്നീട് ഇതെല്ലാം പറഞ്ഞു, എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജീന അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വേദ വിളിച്ചു. അതെ, ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയാണ്. പെട്ടെന്ന് ജീന തിരിഞ്ഞു. എന്താന്ന് ചോദിക്കുകയാണ്. അപ്പത്തേനും വേദ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുക. ഈ സമയത്ത് മാഷിനോട് ജീന വിളിച്ചിട്ട് പറഞ്ഞു, അതേ മാഷേ, വിധിക്കുന്നതിന് മുമ്പ് സത്യം എന്താന്ന് അറിഞ്ഞിട്ട് വേണം ഒരാളെ വിധിക്കാനായിട്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങൾ എന്ന് പറയണം. വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. ഈ സമയം വേദ എന്നിട്ട് പറഞ്ഞു, അതെ, എന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണോട്ടെ, ഈ വളവേണെ കൈ വെച്ചോ, എനിക്കിപ്പോൾ ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയണം. ഇത് കേട്ടതും ജീന പറഞ്ഞു, വേണ്ട, എൻ്റെ പൈസ ഉണ്ടെന്ന് പറയണം. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിക്രത്തിനെ വിളിക്കുന്ന പോലെ തന്നെ എന്നെയും വിളിച്ചോളൂ കേട്ടോ, ധൈര്യമായിട്ട് വിളിച്ചോ. ഏത് ആവശ്യത്തിന് ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് പറയാം. ജീനയ്ക്കും ഭയങ്കര സന്തോഷമായി. ജീന അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മാഷിന് എന്ത് ചെയ്യണം നടത്തില്ല. മാഷിനും വല്ലാത്തൊരു വിഷമായിപ്പോയി. ഇങ്ങനെ ഒരു ടെസ്റ്റ് മാഷ് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. പിന്നീട് വിക്രം അടുക്കളയിലേക്കും ചായ എടുത്തോണ്ടിരിക്കുവായിരുന്നു. കമലയുടെ കണ്ണ് നിറഞ്ഞു വന്ന് വിക്രത്തെ കണ്ടു. പെട്ടെന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോനെന്നും പറഞ്ഞുകൊണ്ട്, അമ്മ ഇന്നലെ ഒത്തിരി സങ്കടപ്പെട്ട് കാണും. എനിക്കറിയാം അച്ഛൻ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയാലോ എന്ന് പറയാം. എന്നാലും നിനക്കൊരു വാക്ക് പറയാൻ മേലായിരുന്നോടാ. അമ്മ വിശ്വസിക്കുന്നുണ്ട് അമ്മയുടെ മോനെ മോഷ്ടിക്കുന്നു. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സുധാകരൻ മാഷിന്റെ മോൻ മോഷ്ടിക്കില്ല എന്ന് അമ്മയ്ക്കറിയാലോ. എനിക്കറിയായിരുന്നു. എന്നാലും എല്ലാരും കൂടെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേനും സാരമില്ല, പോട്ടയുടെ മോനെ എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ചേർത്ത് പിടിക്കുകയാണ്. പിന്നീട് വിക്രം മുറിയിലേക്ക് ഒന്ന് പുറത്ത് പോകാൻ ഡ്രസ്സ് മാറുകയാണ്. ആ സമയത്ത് വേദ അങ്ങോട്ട് കയറി ചെന്നു. വേദയെ കണ്ടതും വിക്രം പറഞ്ഞ് കയറി വരാൻ പറയാണ്. വേദ ഓർത്ത് എന്തിനാ പോലും തന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്, ഇരിക്കാൻ പറയണം. അപ്പൊ വേദ ഓർത്ത് പതിവിലും വീഡിയോതായിട്ട് സ്നേഹം കാണിക്കുന്നു. അതെ, എനിക്കറിയാം നീ ഇപ്പൊ എന്തിനാ വന്നേന്ന്. എന്നോട് സോറി പറയാൻ വേണ്ടി വന്നല്ലേ നിൽക്കും. സോറി എന്തിനാ? അല്ല, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയെന്ന് പറയട്ടെ. പിന്നെ സോറി പറയാൻ വേണ്ടി വന്നതല്ല, ഒന്ന് കൺഗ്രാസ് ചെയ്യാൻ വേണ്ടി വന്നതെന്ന് പറയണം. കൺഗ്രാസ് പറയണം? അതെ, കാരണം ഇവിടെ വിക്രം കൊള്ളരാത്തവനാണെങ്കിലും പുറത്ത് എല്ലാവർക്കും സഹായാന്ന് മനസ്സിലായി. ആപത്തിപ്പെടുന്നവരെ സഹായിക്കാനായിട്ട് മുൻപന്തിയിൽ എത്തുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അതുകൊണ്ട് ഒരു നന്ദി പറയാൻ വേണ്ടി വന്ന. ഇത് സൂക്ഷിച്ചോ, ഇത് കീപ്പ് ചെയ്തോ, നല്ല സ്വഭാവം ഇത് എന്നും പറഞ്ഞിട്ട് വേദ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും വിക്രം പറഞ്ഞു, വേദ ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്കൊന്ന് വരാമെന്ന് ചോദിക്കുക. വേദ ഒരു അന്താളിപ്പോട് കൂടിയിട്ട് വിക്രത്തിനെ നോക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.